സഹോദരങ്ങളെ, അള്ളാഹു താല നമുക്ക് ഈ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യം അള്ളാഹു തന്ന അനുഗ്രഹമാണ്. സമ്പത്ത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അതുപോലെ അറിവ് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. ഇങ്ങനെ അനേകായിരം, എത്രയാണെന്ന് നമുക്ക് എണ്ണാൻ കഴിയില്ല. അത്രയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അനുഗ്രഹങ്ങൾ മനുഷ്യനെ പല തെറ്റായ വഴികളിലേക്കും കൊണ്ടുപോകും. ആരോഗ്യമുള്ളൊരു മനുഷ്യൻ അഹങ്കാരിയായി പോകും, അല്ലെങ്കിൽ അക്രമിയായി പോകും. സമ്പത്തുള്ള മനുഷ്യനിലും കുറേ ദുസ്വഭാവങ്ങൾ വന്നു ചേരും. അറിവുള്ള മനുഷ്യനും അഹങ്കരിക്കും. ഇങ്ങനെ അള്ളാഹു തആല അവൻ്റെ ഔദാര്യമായി തന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കുകയും അതിനെ വളരെ മോശമായ നിലയിൽ വിനിയോഗിക്കുകയും വിനിമയം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനോട് അള്ളാഹു തആല ആദ്യമായി പറയുന്ന അടിസ്ഥാനപരമായൊരു കാര്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാകൂ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇത് എന്ന് നിങ്ങൾ തിരിച്ചറിയൂ എന്നുള്ളത് അടിസ്ഥാനപരമായി നമുക്ക് ഈ ലോകത്ത് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യബോധം അതാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവ്. ഈ സമ്പത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹമാണ്. അത് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ സമ്പത്തിൻ്റെ കൂടെ കടന്നു വരുന്ന കുറേയേറെ ദുസ്വഭാവങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി, മനുഷ്യർക്കെതിരെ ഒരുതരം അധികാര സ്വഭാവം സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഒരു ദുസ്വഭാവമാണെന്ന്. അതുപോലെ ആർത്തി, മതിയാകുന്നില്ല എന്നൊരു തോന്നൽ, സമ്പത്ത് എന്ന നിഅമത്ത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവായ പ്രകൃതമാണ്. അതുപോലെ സ്വന്തം ആഗ്രഹങ്ങളെ താലോലിച്ച് ജീവിക്കുന്നവരാവും. അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നടക്കണം എന്നുള്ള ഒരു പ്രകൃതം സമ്പത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് എന്ന് ഉലമാക്കൾ എഴുതുന്നുണ്ട്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ മഹത്തുക്കൾ പറയുന്നു, വിശുദ്ധ ഖുർആൻ്റെ വിശുദ്ധ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്തിനെ ഒരു നിഅമത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, നാം എല്ലാവരും മനസ്സിലാക്കിയാൽ, അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് ഞാനും നമ്മളെല്ലാവരും മനസ്സിലാക്കിയാൽ, അതിലൂടെ ഉണ്ടാകുന്ന കുറേ സൽ സ്വഭാവങ്ങളുണ്ട്, കുറേ സൽ ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി ഉലമാക്കൾ പറയുന്നു, അത് ചെലവഴിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമെന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹുവിൻ്റെ നിഅമത്താണ് സമ്പത്ത് എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നത്. വിശുദ്ധ ഖുർആൻ സമ്പത്ത് നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പ്രയോഗിക്കുന്ന പദം തന്നെ നഫഖ അല്ലെങ്കിൽ ഇൻഫാഖ് എന്നാണ്. നഫഖ് എന്ന വാക്കിൻ്റെ ശരിയായ പദാർത്ഥം തണല് എന്നാണ്. ഇത് വച്ചാൽ മല തുരന്ന് മറുകരയിലെത്തുന്ന, ഒരു മല മുഴുവൻ കയറി ഇറങ്ങാതെ ആ മല തുരന്ന് മറുഭാഗത്ത് എത്താനുള്ള ടണലിനാണ് നഫഖ് എന്ന് പറയുക. എന്ന് വെച്ചാൽ സമ്പത്ത് ദീനിന്റെ മാർഗത്തിൽ, നല്ല മാർഗത്തിൽ, മനുഷ്യന് ഉപകാരമുള്ള വഴിയിൽ ചെലവഴിക്കുന്നവൻ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയുണ്ടാക്കുന്നവരാണ്. മലമ്പാതകൾ താണ്ടാതെ, മലമ്പാതകൾ തുരന്ന് മറുകര കടക്കുന്നവർ സ്വർഗത്തിലേക്ക്, റബ്ബിന്റെ മാർഗത്തിലേക്കുള്ള എളുപ്പ വഴി ഉണ്ടാക്കുന്നവരാണ് എന്ന് ഈ പദപ്രയോഗത്തെ തന്നെ അടിസ്ഥാനപ്പെടുത്തി ഖുർആൻ വ്യാഖ്യാതാക്കൾ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഒന്നാമതായി നമ്മൾ ആ സമ്പത്ത് ഉപയോഗിച്ച് സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴി പണിയണം. അതാണ് ആദ്യമായി അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടത്. മറ്റൊന്ന് ഇഹ്സാനാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ടൊരു ഉപകാരവും ചെയ്യാതെ അങ്ങോട്ട് ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള മനസ്സിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. സമ്പത്ത് റബ്ബിന്റെ നിഅമത്താണ് എന്ന് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ, അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഇഹ്സാനായിട്ട് അഹ്സിനു
കമാ അഹ്സന അല്ലാഹു ഇലൈക്കും, അള്ളാഹു നിങ്ങളിൽ നിന്നും ഒന്നും അങ്ങോട്ട് വാങ്ങാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ലോകത്ത് തന്നതല്ലേ, അതുപോലെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളും ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കൂ എന്ന് പറഞ്ഞതുപോലെ സമ്പത്ത് അള്ളാന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മിലൊക്കെ ഇഹ്സാനിന്റെ ഗുണം ഉണ്ടാകും. മറ്റൊന്ന്, സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയും കൂടെയാണ് സമ്പത്ത് നല്ല മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. അതുപോലെ വിശ്വാസത്തെ, വാക്കുകൊണ്ട് പറഞ്ഞ വിശ്വാസത്തെ കർമ്മം കൊണ്ട് അംഗീകരിക്കുന്നതിൻ്റെ ഒരു പ്രകടമായ ഭാവമാണ്, പ്രകടമായ രൂപമാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കൽ. ആ നിലയിൽ സമ്പത്തും അള്ളാഹിൻ്റെ വഴിയിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വഴിയിൽ ചെലവഴിക്കൽ നമ്മളുടെ വിശ്വാസം നാം നാവ് കൊണ്ട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കർമ്മം കൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഒരു പ്രകടമായ രൂപമാണ്. അതുപോലെ പിശുക്ക്, ലുബ്ധത, ഇത്തരം സ്വഭാവങ്ങൾക്കുള്ള മരുന്നാണ് സമ്പത്ത് റബ്ബിന്റെ വഴിയിൽ ചെലവഴിക്കൽ. നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് സമ്പത്ത് ചെലവഴിക്കുന്നത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് അഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കുക എന്നാണ്. അള്ളാഹുവിന് കൊടുക്കുന്ന കടമാണത് എന്ന് വെച്ചാൽ അത് അതിനേക്കാൾ നല്ല നിലയിൽ തിരിച്ചു കിട്ടാനുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നത് ഉലൈക ഹുമുൽ മുദഇഫൂൻ, പൈസ ചെലവാക്കുന്നവർ അവർ ഇരട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരിൽ നിന്നും പോകുന്നതിനനുസരിച്ച് ഇരട്ടി ഇരട്ടി അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. റബ്ബ് തന്ന ധനം, സമ്പത്ത് എന്ന നിഅമത്തിനെ ഒരു നിഅമത്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ഇത്തരം സൽഗുണങ്ങൾ ഒരുപാട് നമ്മിലേക്ക് കടന്നു വരും. ദീനിയായ സൽഗുണങ്ങൾ ഒരുപാട് നമ്മിലേക്ക് കടന്നു വരും. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച്, സകാത്ത് കൊടുക്കുന്നവരെ സംബന്ധിച്ച്, സമ്പത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർബന്ധ ബാധ്യതയാണ് സകാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സലാത്ത്, നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിടങ്ങളിലെല്ലാം അധികവും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സകാത്ത് കൊടുക്കണം. നിങ്ങൾ നമസ്കരിക്കുന്നത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിങ്ങളുടെ സ്വഭാവത്തിന്റെ ദുഷിപ്പുകളെ മാറ്റാനാണ് നമസ്കാരം. ഒരു ദിവസം 5 നേരം റബ്ബിന്റെ മുമ്പിൽ വന്ന് നിങ്ങൾ കൈകെട്ടി നിൽക്കുന്നത് നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ മുഴുവൻ മാറ്റി നിങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് സക്കാത്ത് എന്നും വളരെ കൃത്യമായി ഖുർആന്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, സകാത്ത് കൊടുക്കുന്നവർക്കുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്. ലാ ഖൗഫൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അള്ളാഹു അവർക്കൊന്നിനെയും പേടിക്കണ്ട, ഒന്നിൻ്റെയും പേരിൽ ദുഃഖിക്കുന്നവരല്ല, വളരെ നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരാണ് സകാത്ത് കൃത്യമായി കൊടുക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സയുതീഹിം അജ്റൻ അളീമ, മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നത് അങ്ങനെയാണ്, അല്ലാഹു തആല വർദ്ധിതമായ കൂലി, പ്രതിഫലം സകാത്ത് നൽകുന്നവർക്ക് നൽകുമെന്നാണ്. വറഹ്മതി വസിയത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഫസഅക്തുബുഹ, ഞാൻ എൻ്റെ കാരുണ്യം നൽകാൻ പോകുന്നത് അല്ലദീന യത്തഖൂന വയുതൂന സകാത, തഖ്വ ചെയ്യുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്കാണ് ഞാൻ എൻ്റെ കാരുണ്യം നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്തിന്റെ മഹത്വം എന്താണ് എന്ന് എഴുതുന്നുണ്ട്, എന്ന് കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് നിർബന്ധമാക്കിയ, നമസ്കാരം പോലെ പ്രാധാന്യത്തോടുകൂടി നിർബന്ധമാക്കിയ ഒരു അമലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വളരെ സങ്കടകരമായ ഒരവസ്ഥ എന്താന്ന് വെച്ചാൽ, വിശുദ്ധ ദീനുൽ ഇസ്ലാം സകാത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ
ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ സമ്പൂർണ്ണ പരിഹാരം അതിൽ അള്ളാഹു തല വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ ഇസ്ലാമിക സമൂഹം ഒരുപാട് പുറകോട്ട് പോയി എന്നുള്ളത് സങ്കടകരമായൊരു കാര്യമാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ 2 കൊല്ലമാണ് ഉമർ റളിയല്ലാഹു അൻഹു, 2 കൊല്ലവും ചില്ലറ കാലവുമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇസ്ലാമിക ലോകത്തെ നിയന്ത്രിച്ചത്. ആ കാലഘട്ടം കൊണ്ട്, ചില്ലറ സമയം കൊണ്ട് ലോകത്ത് സക്കാത്ത്, നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തിടത്തോളം നിലയിൽ സക്കാത്ത് കാര്യക്ഷമമായി നടപ്പിലാക്കിയ ഒരു ചരിത്രം ഈ സമൂഹത്തിനുണ്ട്. വളരെ കൃത്യമായി കാര്യക്ഷമമായി നടപ്പിലാക്കിയപ്പോൾ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ദരിദ്രർ നാട്ടിലെവിടെയും ഇല്ലാത്തിടത്തോളം സാമ്പത്തിക സ്ഥിതി വളർന്നു എന്ന് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് എന്ന നിഅമത്ത് തന്നപ്പോൾ അതിനെ നല്ല വഴിയിൽ ചെലവഴിക്കാനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഈ സമ്പത്ത് റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്നൊരു തോന്നലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദരിദ്രർക്ക് അങ്ങ് പൈസ കൊടുത്താൽ മതിയായിരുന്നല്ലോ. കുറേ ആൾക്കാരുടെ കയ്യിൽ പൈസ സമ്പത്ത് കൊടുക്കുക, വേറെ കുറച്ച് പേരെ ദരിദ്രരാക്കുക, എന്നിട്ട് സമ്പന്നരോട് സക്കാത്ത് കൊടുക്കാനും പറയുക. ഇങ്ങനെ ഒരു വികലമായ സാമ്പത്തിക സംവിധാനം അള്ളാഹുവിനുണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാമൂഹിക ക്രമത്തെ അങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, ഏർപ്പാടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ സാമൂഹിക സ്ഥിതി വെച്ചിട്ടുള്ളത്. അറിവുള്ളവരും അറിവില്ലാത്തവരും ഉണ്ട്. അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിക്കും. ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും ഉണ്ട്. ആരോഗ്യമില്ലാത്തവർ ആരോഗ്യമുള്ളവരെ അവലംബിക്കും. ഇങ്ങനെ എല്ലാ നിലയിലും പരസ്പരാശ്രിതമാണ് ഈ ലോകം. ഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് ഖാല അല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ഇത്തരം ചോദ്യത്തെ സംബന്ധിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, അള്ളാഹുവിന് നേരെ അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്നു എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വജഅല ബഅദഹും ലിബഅദിൻ ഫിത്ന, പരസ്പരം മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷണമാക്കിയിരിക്കുകയാണ് അല്ലാഹു തആല. സമ്പത്തുള്ളവൻ പരീക്ഷണമാണ്, ദാരിദ്ര്യമുള്ളവനും പരീക്ഷണത്തിലാണ്. 2 വിഭാഗവും പരീക്ഷണത്തിലാണ്. സമ്പത്തുള്ളവരെ അല്ലാഹു തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഈ സമ്പത്ത് നല്ല വഴിയിൽ ചെലവഴിക്കുമെന്ന്. ആരോഗ്യമുള്ളവനെ അല്ലാഹു തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ നല്ല വഴിയിൽ ചെലവഴിക്കുമെന്ന്. ഇങ്ങനെ ഏതെല്ലാം നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സമ്പത്ത് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആ അനുഗ്രഹങ്ങളെല്ലാം നല്ല മാർഗത്തിൽ ചെലവഴിക്കണമെന്നുള്ള പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. ആ നിലയിൽ നമ്മളുടെ സമ്പത്തിനെ നേരായ വഴിയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ദരിദ്രരായ മനുഷ്യര് സമൂഹത്തിലുണ്ടാകും. അവരെ ഉദ്ധരിക്കേണ്ടത്, അവരെ നേരെ നല്ല നിലയിലേക്ക് കൊണ്ടുവരേണ്ടത് സാമ്പത്തികമായി ഉള്ള ആൾക്കാരുടെ അവസ്ഥയാണ്. അതിനോടൊപ്പം ഓരോ മനുഷ്യൻ്റെയും നാളത്തെ അവസ്ഥ എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാവുള്ളൂ. ഇന്ന് സമ്പത്ത് ഒരുപാട് ഉപയോഗിക്കുന്ന മനുഷ്യർ, നാളെ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാവുള്ളൂ. സാമ്പത്തികമായ സ്ഥിതി പെട്ടെന്ന് തകർന്നു പോകുന്ന മനുഷ്യരുണ്ടാകും. അപ്പോൾ അവരെ പിടിച്ചു നിർത്തുന്നത് അവർ ഇന്നലകളിൽ ചെയ്ത സാമ്പത്തികമായ സഹായമാണ്. ഒരു സമയത്ത് സമ്പത്തുണ്ടായിരുന്നു, പിന്നീട് അതെല്ലാം ഏത് സമയത്താണ് ഇല്ലാതായി പോകുകയെന്ന് ആർക്കും അറിയില്ല. നമുക്കറിയാം, പലതരത്തിലുള്ള അപകടങ്ങളിലൂടെ മനുഷ്യൻ്റെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇന്ന് കയ്യിലുള്ളത് ചെലവഴിച്ചാൽ ഒരു പക്ഷേ നാളെ അതിൻ്റെ അനുഗ്രഹം മറ്റൊരു വഴിയിൽ നമ്മുടെ കയ്യിലേക്ക് കടന്നു വരും എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു ഭാഗം വളരെ നാം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ വസനുയസ്സിറുഹു ലിൽ യുസ്റാ ഫഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ വസനുയസ്സിറുഹു ലിൽ ഉസ്റാ വഅമ്മാ മൻ അഅതാ വത്തഖാ. ആര് സമ്പത്ത് ചെലവഴിക്കുകയും അള്ളാഹുവിനെ തഖ്വാ ചെയ്ത് ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്നോ, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും സുന്ദരമായതിനെ, ഏറ്റവും ശരിയായതിനെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആരാണോ ഈ നിലയിൽ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, ഫഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്ന
വസനുയസ്സിറുഹു ലിൽ ഉസ്ര. ഇനി നിഷേധം തുടരുകയും സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നവർ വസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവനെ പ്രതിസന്ധിയിലേക്കും പ്രയാസങ്ങളിലേക്കുമായിരിക്കും ഞാൻ വഴി നടത്തുക. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട്, സമ്പത്തൊരു നിഅമത്താണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളിലെല്ലാം നേർവഴി അവൻ്റെ മുമ്പിൽ തുറന്നിടും. ഇനി പിശുക്ക് കാണിക്കുകയും അള്ളാഹുവിനെ ഭയക്കാതെ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ എല്ലാ മേഖലകളിലും പരാജയമായിരിക്കും. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അവൻ വീണു കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്ത് അവന് ഉപകാരപ്പെടുകയില്ല. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ ഇന്ന അലൈനാ ലൽ ഹുദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാര്യങ്ങൾ യഥാവിധി പറയേണ്ടുന്ന ജോലിയാണ് എൻ്റെത്, അത് ഞാനിവിടെ നിർവഹിക്കുകയാണ്. വഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല, ദുനിയാവും ആഖിറവും എൻ്റെ കയ്യിലാണ്, എൻ്റെ നിയന്ത്രണത്തിലാണ്. ഫഅൻസർതുക്കും നാറൻ തലല്ലാ, കത്തിക്കാളുന്ന ഒരു നരകത്തെ ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുകയാണ്. ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖല്ലദീ കദ്ദബ വതവല്ല, അള്ളാഹുവിനെ നിഷേധിക്കുകയും സത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവരാണ് ആ നരകത്തിൽ കടന്ന് കത്തിക്കരിയുന്നവർ. വസയുജന്നബുഹൽ അത്ഖല്ലദീ യുഅ്തി മാലഹു യതസക്ക, സമ്പത്ത് കൊടുത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുത്ത് ആ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്തുന്നവർ ആ നരകത്തിൽ നിന്നും അകറ്റപ്പെടുന്നവരുമാണ്. വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, അവന് ആരുടെ ഭാഗത്തു നിന്നും കിട്ടിയ ഒരു ഉപകാരത്തിൻ്റെ പേരിലല്ല അവൻ പ്രത്യുപകാരം ചെയ്യുന്നത്. ആരിൽ നിന്നും ഒരു ഉപകാരവും കിട്ടാതെ തന്നെ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഉപകാരം ചെയ്തു കൊടുക്കുന്ന മനുഷ്യരാണവർ. ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർദ, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് അവർ മനസ്സിൽ കാണുന്നത്, അതല്ലാതെ മറ്റൊന്നും മനസ്സിൽ കാണാതെ റബ്ബിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ വളരെ കൃത്യമായി രണ്ട് വിഭാഗം ജനങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു വിഭാഗം റബ്ബിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്, മറ്റൊരു വിഭാഗം പിശുക്കി വെക്കുന്നവരാണ്. സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വഴി അവരുടെ മുമ്പിൽ തുറന്നിടും. സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്കി വെക്കുന്നവർ അവർ പ്രതിസന്ധിയിലൂടെയായിരിക്കും സഞ്ചരിക്കുക. വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. എന്നിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നവരെ കുറിച്ച് അള്ളാഹു തആല പറയുന്നു, ആരും ചെയ്ത ഉപകാരത്തിൻ്റെ പ്രത്യുപകാരമായിട്ടല്ല അവരത് ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാണവർ. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം വതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടുന്നവർ, ശേഖരിച്ചു വെക്കുന്നവർ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അതിൽ നിന്നുമുള്ള നിർബന്ധ ബാധ്യത ചെലവഴിക്കാതെ നിർവഹിക്കാതെ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുന്നവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനിക്കുന്ന ശിക്ഷ നബിയെ താക്കീത് ചെയ്യണം, സന്തോഷ വാർത്തയെ അറിയിക്കണമെന്ന് ഒരുതരം പരിഹാസ രൂപത്തിലാണ് അല്ലാഹു തആല സംസാരിക്കുന്നത്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അവരുടെ ഉണ്ടാക്കിയ ആ സ്വർണവും വെള്ളിയും എല്ലാം നരകത്തിലിട്ട് പഴുപ്പിച്ച് അവരുടെ ശരീരത്തിലേക്ക് തന്നെ വെക്കപ്പെടുന്ന ഒരു സാഹചര്യം അവർക്ക് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ തരത്തിൽ അതുകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. സഹോദരങ്ങളെ, സക്കാത്ത് നിർബന്ധമായ ബാധ്യതയാണ്, നമസ്കാരം പോലെ നിർബന്ധമായ ബാധ്യതയാണ്. അത് നിർവഹിക്കാത്തിടത്ത് നാം എല്ലാവരും റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമുക്കറിയാമല്ലോ, ഇസ്ലാമിക വിമർശകർ വലിയ കാര്യം പറഞ്ഞും ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട്. പക്ഷെ സക്കാത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഒരു വിഭാഗം ചർച്ചയ്ക്കെടുക്കാറേയില്ല. എന്തുകൊണ്ടാണ് ചർച്ചയ്ക്കെടുക്കാത്തത്? അതൊരു വലിയ അത്ഭുതമാണ് എന്നറിയാം, വലിയ അത്ഭുതമാണ്. ദരിദ്രരായ മനുഷ്യര് സാധുക്കളുടെ വാതിലിൽ ചെന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മുടെ ലോകക്രമത്തെ ഒന്നായി മറിച്ചെഴുതുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. സമ്പത്തുള്ള ആൾക്കാർ അവരുടെ സക്കാത്തിന്റെ ഓഹരി എത്രയാണെന്ന് നോക്കി
അതിൻ്റെ കണക്കെടുത്ത് കൊടുക്കേണ്ടുന്ന അളവ് പ്രത്യേകമായി വേർതിരിച്ചെടുത്തിട്ട് അതുമായി സാധുക്കളുടെ വീടിന്റെ വാതിലിൽ കൊണ്ടുപോയി അവർക്ക് കൊടുക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പറയുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് മനുഷ്യരുടെ അന്തസ്സിനെ ഇസ്ലാം സക്കാത്തിലൂടെ സംരക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഈ നിലയിൽ മനുഷ്യനെ കൃത്യമായി പരിരക്ഷിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, അതിനു വേണ്ടിയിട്ട് സക്കാത്ത് നിർബന്ധമാക്കുകയും ആ സക്കാത്ത് നൽകിയാൽ മാത്രമേ നിങ്ങളുടെ സമ്പത്ത് പരിശുദ്ധമാകുകയുള്ളൂ, ഇല്ല എങ്കിൽ സക്കാത്തിന്റെ കാലമാകുമ്പോൾ, ഒരു വർഷം സക്കാത്തിന്റെ കാലമായി കഴിയുമ്പോൾ ആ സമ്പത്തിൽ നിന്നും അത്രയും അളവ് സാധുക്കളുടെ ഓഹരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ സമ്പത്ത് കൊണ്ട് നമ്മൾ നടത്തുന്ന സാമ്പത്തികമായ ഇടപാട് മുഴുവൻ അനുവദനീയമല്ലാത്ത സാമ്പത്തിക ഇടപാടാണ് എന്ന് ഉലമാക്കൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സമ്പത്ത് തന്നത്, അതിൻ്റെ വിനിമയം അള്ളാഹുവാണ് നടത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തുള്ളവരുടെ മേൽ വളരെ നിർബന്ധമായ ബാധ്യതകൾ വെച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹം കിട്ടിയവരുടെ മേലും അള്ളാഹു തആല ബാധ്യതകൾ വെച്ചിട്ടുണ്ട്. ഒന്നാമതായി ആ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുകയും ആ അനുഗ്രഹത്തിന് ഹൃദയം കൊണ്ട് നന്ദിയുള്ളവരാവുകയും അതിനോടൊപ്പം നമ്മുടെ കർമ്മം കൊണ്ട് സമ്പത്തിനോട് നാം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും വലിയ നന്ദിയാണ് അതിൻ്റെ അവകാശികൾക്ക് ഓരോ വർഷവും നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ അവകാശികളായി മാറുന്ന സാധുക്കളുടെ കയ്യിലേക്ക് അത് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. സാന്ദർഭികമായ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരിൽ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കിയല്ല കൊടുക്കുന്നത് എന്നത് പല സന്ദർഭങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സക്കാത്തിന് അവകാശപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? സക്കാത്ത് കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്താൽ മതിയാവോ? ഞാൻ എൻ്റെ വർഷത്തിൽ അതിൻ്റെ കണക്ക് കൃത്യമായി എടുക്കുകയും ഇത്ര രൂപ അതിൻ്റെ 2.5% കൊടുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ 2.5% അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ട് നാം സാധുക്കളാണെന്ന് ഒരുപക്ഷെ തോന്നുന്ന ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ മതിയോ? അതോ കൃത്യമായി മനുഷ്യരുടെ അവസ്ഥ അറിഞ്ഞ് തന്നെ ആ വിഷയത്തിൽ നമ്മൾ നൽകണോ? വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർ 8 പേരാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആൾക്കാരെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ തന്നെ നമ്മളുടെ സക്കാത്തിന്റെ മുതലെത്തണം. അല്ലാതെ സാമ്പ്രദായികമായി നടന്നു വരുന്ന ചില രീതികളുണ്ട്. പള്ളിയിലെ തൊഴിലാളികളുടെ കയ്യിൽ അവരുടെ ജോലിക്കാർ അവിടെ ബാങ്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഇമാമത്തിനോ ഒക്കെ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് അത് സക്കാത്ത് നിർവഹിച്ചു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടൊന്നും സക്കാത്ത് ആകുകയില്ല. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളിൽ അവർ പെടുവെങ്കിൽ അവർക്കും സക്കാത്ത് കൊടുക്കാം. അപ്പൊ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആൾക്കാർ ആരാണ് എന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായി കണക്ക് നോക്കി തന്നെ ചെയ്യേണ്ടതാണ്. ചില ആൾക്കാർ ചെയ്യുന്നത് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് ഒരു തുക കൊടുക്കുക എന്നുള്ളതാണ്. അതും പറ്റില്ല. കൃത്യമായി നമുക്കറിയാമല്ലോ, നമസ്കാരം കൃത്യമായി കണക്കിൽ നിർവഹിക്കാനുള്ളതാണ്. ദുഹർ നമസ്കാരം 4 റക്അത്തായി തന്നെ നിർവഹിക്കാനുള്ളതാണ്. എന്നാൽ പിന്നെ ഒരു വഖത്ത് നമസ്കാരം ഒരു 5 റക്അത്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കാര്യമില്ല. 5 വഖത്ത് നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുകയില്ല. കൃത്യമായി കണക്കെടുത്ത് ആ കണക്കിൽ നിന്ന് തന്നെ ഫർദായ കാര്യങ്ങളെല്ലാം അള്ളാഹു കൃത്യമായ ഒരു കണക്കിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഹജ്ജ് നിർവഹിക്കുന്നത് അറഫയും മുസ്ദലിഫയും മിനായും എല്ലാം എപ്പോഴും അവിടെ ഉണ്ട്. ഏതെങ്കിലും സമയത്ത് അറഫയിലും മുസ്ദലിഫയിലും പോയാൽ പോരാ. അത് ദുൽഹജ്ജിന്റെ പറയപ്പെട്ട ദിവസങ്ങളിൽ തന്നെ അറഫയിലെത്തണം, മിനായിലെത്തണം, മുസ്ദലിഫയിലെത്തണം. അങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. നമസ്കാരവും എല്ലാം നമ്മൾ മനസ്സിലാക്കിയതുപോലെ സക്കാത്ത് ഇതുപോലെ ഫർദായ ഒരു ബാധ്യതയായതുകൊണ്ട് കൃത്യമായി അതിന് നിയമങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തന്നെ അതിൻ്റെ അവകാശികളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ നാം ശ്രദ്ധയുള്ളവരാകണം. അതിലൂടെ ഉലായിക ഹുമുൽ മുദഇഫൂൻ, അവർ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നവരാണ്, അവർ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നവരാണ്, അവര്
അള്ളാഹുവിൻ്റെ വേണ്ടി സമ്പത്ത് കടം കൊടുക്കുന്നവരാണ് എന്നെല്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൃത്യമായി ഇസ്ലാമികമായ വിധിവിലക്കുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.